ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സെറ്റ് നമുക്ക് കടയിൽ സർവീസിന് വന്ന ഒരു സെറ്റാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ റീവർക്കിന് വന്നതാണ്. ഇത് ഇച്ചിരി ദൂരത്ത് നിന്ന് വന്ന പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു സഞ്ജീവ് കുമാർ, സഞ്ജു കോട്ടപ്പാടം എന്നയാൾ നമുക്ക് കൊറിയർ ചെയ്ത് തന്നൊരു സെറ്റാണ്. ഇത് പുള്ളിയുടെ ഒരു പഴയ ഒരു ആംപ്ലിഫയർ ആയിരുന്നു. ഒരു മോസ്ഫെറ്റിൻ്റെ 2 ചാനലും ഒക്കെ ആയിട്ട് ഉള്ളൊരു സാധാ ഒരു ആംപ്ലിഫയർ, 100-100ൻ്റെ 2 ചാനലുമായിട്ടുള്ള ഒരു സാധാ ആംപ്ലിഫയർ ആയിരുന്നു. നമുക്കത് റീവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നതാണ്. ആ സെറ്റ് ഓൾറെഡി മുഴുവൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ വയറിങ്ങും എല്ലാം പോയി, ആകപ്പാടെ നോയ്സും എല്ലാമായിട്ട് കുറേ കംപ്ലൈൻ്റൊക്കെ ആയിട്ട്. നമുക്കതൊന്ന് സർവീസ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ സെറ്റിൻ്റെ ഉൾവശമേ. ഇത് നമ്മൾ റീവർക്ക് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തത് ഈ ബോർഡ്, മെയിൻ ആംപ്ലിഫയർ ബോർഡ് നമ്മൾ മാറിയതാണ്. അപ്പോൾ നമ്മുടെ തന്നെ ബോർഡാണ്, നമ്മുടെ ചിത്ര ഓഡിയോസിൻ്റെ തന്നെ ബോർഡാണ് നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മുടെ ബോർഡ്. ഇതാണ് നമ്മൾ ആ സെറ്റിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ തന്നെ ബോർഡ്. 200-200ൻ്റെ 2 ചാനലാണ്. അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 5200-യും 1943 പേരായിട്ട് വരുന്ന 8 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡ്രൈവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 41-42 ട്രാൻസിസ്റ്ററാണ്. ഇതിനകത്ത് അതിൻ്റെ ബ്രിഡ്ജ് സർക്യൂട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അതുപോലെ ഓപ്പാമ്പ് ഉപയോഗിച്ചിരിക്കുന്ന TL072 IC ആണ്. അങ്ങനെ ഒരു നല്ലൊരു ബോർഡ് നമ്മൾ ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തൊരു ബോർഡാണിത്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളത് ചെയ്തതാണ്. ഓക്കെ, എന്നാൽ ഇനി ബാക്കി കാര്യങ്ങളിൽ പറയാം. ആംപ്ലിഫയറിൻ്റെ പിന്നെ മാറിയത് ബാസ് ട്രബിൾ. ഈ ബാസ് ട്രബിൾ നമ്മുടെ സ്വന്തമാണ്, ചിത്ര ഓഡിയോസിൻ്റെ ബോർഡാണ്. പിന്നെ നമ്മളൊരു സെലക്ടർ സ്വിച്ച് വെച്ചിട്ടുണ്ട്, അതായത് ഓക്സ് സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഈ USB പാനൽ വഴി ഓക്സ് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഈ കസ്റ്റമർക്ക് ഒരു മിക്സർ ഉണ്ടെന്ന് പറഞ്ഞേ. അന്നേരം ഈ മിക്സറിൽ നിന്ന് ഉള്ള ഔട്ട് USB പാനലിലോട്ട് കൊടുക്കാനായിട്ട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല. അതെങ്ങനെയാവുമെന്ന് വലിയൊരു ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. ഞാനൊരു സെലക്ടർ സ്വിച്ച് ഇവിടെ ആഡ് ചെയ്തു. സെലക്ടർ സ്വിച്ച് ആഡ് ചെയ്തിട്ട് സ്വിച്ച് സെലക്ട് ചെയ്ത് ഓക്സ് നമ്മളിതേ ബാഗിലോട്ട് കണക്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് ഒത്തിരി കൂടുതലായിട്ടൊന്നുമില്ല, ഒരു സിമ്പിൾ ആംപ്ലിഫയർ ആണ്, പക്ഷേ പവർഫുൾ ആണ്. 200 വാട്ട്സ് കിട്ടും. പിന്നെ ഇത് ഇവിടെ ഒരു വോളിയം കൺട്രോള്, പിന്നെ ബാസിൻ്റെയും ട്രബിളിൻ്റെയും കൺട്രോള് ഇൻബിൽറ്റ് ആണ്, ഈ ബോർഡിൽ തന്നെയാണ്. പിന്നെ USB പാനൽ, പവർ സ്വിച്ച്, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, പവർ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ട്രാൻസ്ഫോമർ, ബാക്കിൽ സ്പീക്കർ സോക്കറ്റ്, ഫാന്, RC സോക്കറ്റ്. ഇത്രയാണ് ഇതിനകത്തെ ഘടകങ്ങൾ. അതിൽ ഫാൻ്റെ കണക്ഷൻ നമ്മൾ നമ്മുടെ ബോർഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബോർഡിൽ TIP41 ഇട്ടുള്ള സർക്യൂട്ടാണ്, നോയ്സ് വരാത്ത നമ്മുടെ തന്നെ സർക്യൂട്ടാണ്, അതങ്ങനെ എടുത്തിരിക്കുന്നു. പിന്നെ USB പാനലുള്ള 5 വോൾട്ട് ഈ റെഗുലേറ്റർ IC വഴിയാണ് എടുത്തിരിക്കുന്നത്. ഈ റെഗുലേറ്റർ IC വഴി അത് നമ്മുടെ സർക്യൂട്ടിൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന സപ്ലൈ ഇത് 27-0-27. ഇതൊരു എനിക്ക് തോന്നുന്നൊരു 7 ആംപിയർ എന്തായാലും ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ ട്രാൻസ്ഫോമർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ട്രാൻസ്ഫോമർ, ഇതിനകത്ത് വന്ന ട്രാൻസ്ഫോമറാണ് ഇത്, നമ്മൾ ചെയ്തതല്ല. പക്ഷേ ഈ ട്രാൻസ്ഫോമർ നമ്മൾ സാധാരണ ഒരു ഹോം തിയേറ്റർ അല്ല ആംപ്ലിഫയറിൽ വരുന്ന പോലെ അല്ല. അതിൽ എനിക്ക് വ്യത്യാസം തോന്നിയത്, ഒന്ന് നല്ല ഗേജുള്ള കമ്പിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്, നമുക്കിതിലെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ബോബിനും ഒക്കെയാണല്ലോ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കസ്റ്റമർ ചെയ്തതായിരിക്കും. അന്നേരം ആരെങ്കിലും മൈൻഡ് ചെയ്ത് കൊടുത്തോ അങ്ങനെ വല്ലതും ആകാനാണ് സാധ്യത. എന്തായാലും നല്ലൊരു ട്രാൻസ്ഫോമറാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ഈ കേബിളുകളെല്ലാം ഇങ്ങനെ ടൈ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കണക്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇത്ര ലോങ് കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് എനിക്ക് കണക്ടർ വെച്ച് വണ്ടിയിലൊക്കെ കൊറിയറിലൊക്കെ പോകേണ്ടതായതുകൊണ്ട് കണക്ടർ വെച്ച് കൊടുക്കാനൊരു മടി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെല്ലാം ഈ അത്യാവശ്യം ഇതെല്ലാം വയറെല്ലാം സോൾഡർ ചെയ്തേക്കുക, ബോർഡെ സോൾഡർ ചെയ്തേക്കുവാണ്. പിന്നെ എല്ലാത്തിൻ്റെയും ഈ ഇവിടെ ഫെവി ബോണ്ട് സ്ഥലം പച്ച ഇട്ടിട്ടുണ്ട്, ഇളക്കമൊന്നും വരാതിരിക്കാനായിട്ട്, ഇളകിയൊന്നും പോകാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ അത്യാവശ്യം ഹീറ്റ് സിങ്ക് ഒക്കെ നല്ലൊരു ഹീറ്റ് സിങ്ക്, അതായത് ഈ സെറ്റിന് വേണ്ടിയിട്ട്, ഈ ബോർഡിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വരുത്തിയൊരു ഹീറ്റ് സിങ്ക് ആണ്. ഇത് സബിനല്ലാത്തതുകൊണ്ട് തന്നെ നോർമൽ ഒരു ഹീറ്റേ ഉള്ളൂ. പിന്നെ ഫാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫാന് എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചെറിയ വോളിയത്തിലാണ് പാട്ട് വെക്കുന്നതെങ്കിൽ ബോർഡ് ഹീറ്റ് ആകുന്നില്ല, നോർമൽ വർക്കിലെ ബോർഡ് ഹീറ്റ് ആകുന്നില്ല. ഇത്രയും ട്രാൻസിസ്റ്റർ പെയർ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ വോളിയത്തിൽ അത് ഹീറ്റ് ആകുന്നില്ല. പിന്നെ ഒരു റെഗുലേറ്റർ ICക്ക് ഒരു ചെറിയ ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ കണക്ഷനുള്ള TIPക്ക് ഒരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ ഓഡിയോ പോകുന്ന ലൈൻസ് എല്ലാം ഷീൽഡ് വെയർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഷീൽഡ് വെയർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് റിബൺ വെയർ പോലെയുള്ള ഒരു എന്നാ പറയുന്നത് ഒരു ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ലാസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഷീൽഡ് വെയർ ആയിരിക്കും. ലാസ്റ്റ് ചെയ്യുന്നതും നോയ്സ് ഇല്ലാത്തതും ഈ ഷീൽഡ് വെയർ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഫാന് ഇതിനുള്ളിൽ വന്ന തന്നെ ഫാനാണ്. ഫാനിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ അത് കൊടുത്തു. അങ്ങനെയാണ്, അത്രയാണ് ഈ ഇതിനുള്ളിലെ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് വന്ന ഒരു ബാസ്റ്റോൾ ബോർഡ് ഉണ്ട്, ഞാൻ അത് കാണാം. ഇതാണ് ഈ സെറ്റിനകത്ത് വന്ന ഒരു ബാസ്റ്റോൾ ബോർഡാണ്. കാര്യം നല്ല സർക്യൂട്ടൊക്കെയാണ്. ഒരു TL072 IC 2 ഉപയോഗിച്ചിട്ടുള്ള, പിന്നെ ഒരു ഗെയിനിന് വേണ്ടിയിട്ട് 2 പ്രീസെറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത് പഴക്കത്തിൻ്റെയാണെന്ന് തോന്നുന്നു. ഈ സാധനം വർക്കിംഗ് ആണ്, പക്ഷേ ഒരു ബാസ്, ഹൈ ബാസ്, അതുപോലെ ട്രെബിൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലും ഭയങ്കര ട്രെബിൾ. ഈ ബോർഡ് എനിക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ മെയിൻ ബോർഡിൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് സംഭവിച്ചു. അതായത് ഞാൻ പറഞ്ഞുതരാം, ഈ നമ്മൾ ഈ ഓഡിയോ ഓക്സ് വയർ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാതെ അതിൻ്റെ എൻഡിൽ നമ്മൾ ഓഡിയോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് സ്പീക്കറും കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ മെയിൻ ബോർഡിൽ ഈ സോബൽ നെറ്റ്വർക്കില്ലേ, സോബൽ നെറ്റ്വർക്ക് ഒരു 104 ഇട്ട് എർത്ത് ചെയ്യുന്ന സ്പീക്കർ ലൈന്, അതിലെ ആ റെസിസ്റ്റൻസ്, ആ 10 ohms റെസിസ്റ്റൻസ് അങ്ങ് ചൂടാവും, ഭയങ്കരമായിട്ട് ഹീറ്റ് അത് പോയാൻ തുടങ്ങും. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു. എന്തോ ഒരു ഓവർ ഓസിലേഷൻ ഈ ബോർഡിൽ എനിക്ക് വന്നു. എനിക്ക് അത് ഇനിയിപ്പം അല്ലെങ്കിൽ പിന്നെ ഇത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ കമ്പോണൻസും മാറ്റി നോക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് കപ്പാസിറ്ററും എല്ലാം കുറേ പഴക്കമുള്ള കപ്പാസിറ്ററാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനത് പിന്നെ റെഡിയാക്കാനായിട്ട് നിന്നില്ല. അത്യാവശ്യം നല്ലൊരു ബാസ്റ്റോൾ ബോർഡാണ്, പഴയ ബാസ്റ്റോൾ ബോർഡാണ്. നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതുണ്ടല്ലേ, ഈ ആംപ്ലിഫയറിൻ്റെ ഏകദേശം പകുതിയോളം ഉണ്ട്. സത്യത്തിൽ ബാസ്റ്റോൾ മാത്രമേ ഉള്ളൂ താനും, വേറെ ഒന്നുമില്ല ഇതിൽ. പിന്നെ ഇവിടെ ഒരു സെലക്ടർ സ്വിച്ച് കൊടുക്കാനുള്ളൊരു പോയിൻ്റൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നല്ല ബാസ്റ്റോളാണ്. ഇതൊരു സാധാരണ ബാസ്റ്റോളാണ്. ഇതിനകത്തൊരു സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ലൗഡ്നെസ്സിൻ്റെ ഒരു കണക്ഷനെ കൊടുത്തിട്ടുണ്ട്. അതേ ഉള്ളൂ, വേറെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്തായാലും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കംപ്ലൈൻറ്റ് അത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോബൽ നെറ്റ്വർക്കിലെ ആ 10 ohms റെസിസ്റ്റൻസ് അങ്ങ് ഹീറ്റ് ആവും, പഴുക്കാൻ തുടങ്ങും നമ്മൾ ഓക്സ് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ ബാസ്റ്റോൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല, വേറെ പ്രശ്നങ്ങളില്ല. എന്തോ ഓവർ ഓസിലേഷൻ, അത് നമുക്ക് ആ സ്പീക്കറിലെ നോയ്സ് വരുമ്പോഴും അറിയാം, നമുക്കൊരു ഭയങ്കര ഹൈ ഫ്രീക്വൻസി ഫീൽ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ എന്തോ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടി. സപ്ലൈ എല്ലാം കറക്റ്റ് ആണെന്നാണ്, പക്ഷേ ഞാൻ ഈ സപ്ലൈയിൽ ഈ 2 കപ്പാസിറ്റർ ഞാൻ മാറിയായിരുന്നു. സപ്ലൈ കറക്റ്റ് ആണ്, എന്താണെന്നറിയത്തില്ല, എന്നാലും അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിച്ചില്ല, നമ്മുടെ ബാസ്റ്റോൾ ഉപയോഗിച്ചു. ഓക്കെ, ഇത്രയാണ് ഇതിനുള്ളിലെ കാര്യങ്ങൾ. ഇനി ബാക്കി ഞാൻ കവർ അടച്ചു കഴിഞ്ഞിട്ട് പുറമേ ഉള്ളതൊന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഒരു നോർമൽ ഒരു ആംപ്ലിഫയർ, ഒരു പവർ സ്വിച്ച്, USB പാനൽ, ബാസ്, ട്രെബിൾ കൺട്രോള്. പിന്നെ നമ്മളിത് അഡീഷണൽ ആഡ് ചെയ്ത സെലക്ടർ സ്വിച്ച് അവിടെ ഒരു ബാലൻസിൻ്റെ ഒരു ഹോളായിരുന്നേ. നമ്മളവിടെ ഇങ്ങനെ 2 സ്ക്രൂ ഹോൾ ഇട്ടിട്ട് 2 സ്ക്രൂ ചെയ്ത് സെലക്ടർ സ്വിച്ച് അവിടെ നമ്മൾ കണക്ട് ചെയ്ത. പിന്നെ വോളിയത്തിൻ്റെ കൺട്രോൾ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫ്രണ്ട്. ഒരു സിമ്പിൾ ഒരു ആംപ്ലിഫയർ ആണ്, പക്ഷേ ഇപ്പോൾ ഒരു നല്ലൊരു ആംപ്ലിഫയർ ആയിട്ട് മാറി. കാരണം വെച്ചാൽ 200 2 ചാനൽ നല്ല പക്ക വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആയിട്ട് മാറി. കസ്റ്റമർക്ക് ഉണ്ടായിരുന്നത് 8 ഇഞ്ചിൻ്റെ 2 വൂഫറും ഒരു മിഡ് റേഞ്ചും, 2 മിഡ് റേഞ്ചും 2 ട്യൂട്ടറും. അങ്ങനെ ആണ് കസ്റ്റമറുടെ വീട്ടിലെ ഒരു കോൺഫിഗറേഷൻ. നമ്മളന്നേരം അതിനനുസരിച്ച് ഇത് ചെയ്തതാണ്. 100 വാട്ടിൻ്റെ വൂഫർ ആണെന്നാണ് ഈ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 200 വാട്ട്സ് അങ്ങ് ചെയ്തു. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആദ്യം RC സോക്കറ്റിൽ നമ്മൾ 2 പോയിന്റിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മേളിലും താഴെയായിട്ട് ഇങ്ങനെ 2 പോയിന്റിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫാൻ ഇവിടെ ഉണ്ടായിരുന്നല്ല, ഫാൻ അതിനകത്ത് വെറുതെ അങ്ങ് വെച്ചിരിക്കുമായിരുന്നു അവർ. ഈ എയർ വെന്റ് ഇല്ലായിരുന്നു, ഞാൻ പിന്നെ കട്ടർ വെച്ച് കട്ട് ചെയ്ത് എയർ വെന്റ് ആക്കിയത്. അങ്ങനെ നമ്മളത് ചെയ്തു. പിന്നെ സ്പീക്കർ ലൈൻ, അത്രയാണ് ബാക്കിലെ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഈ സെറ്റിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വലിയൊരു അപ്ഗ്രേഡ് വീഡിയോ ഒന്നുമല്ല, അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അല്ല.
നമ്മൾ ഈ കസ്റ്റമർ ഇത്രയും ദൂരത്തു നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ടും ഈ കസ്റ്റമറുടെയും ഒരു ആവശ്യപ്രകാരവും കൂടെ ആണ് നമ്മളിതൊരു വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചത്. ഇതുപോലുള്ള മറ്റ് ഇത്രയും അകലെ നിന്നും നമുക്ക് സർവീസ് വരുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു വീഡിയോ. അന്നേരം ഇതുപോലുള്ള ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കസ്റ്റമർക്ക് നമ്മളുള്ള വിശ്വാസമായിരുന്നു. അതായത് ഈ സെറ്റ് നമ്മുടെ കിട്ടിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച അതിലധികമായി. കസ്റ്റമർ ഇതിനിടയ്ക്ക് നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരു തവണ മാത്രം എന്തായി എന്നൊന്ന് ചോദിച്ചൊരു മെസ്സേജ് ഇട്ടതല്ലാതെ അത്രയ്ക്കും നമ്മളെ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ടൈം എടുക്കും, പക്ഷേ എന്നാലും കറക്റ്റ് ചെയ്ത് കൊടുക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളെ കസ്റ്റമർ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചു, നമ്മളത് ചെയ്തു. ഇന്ന് ഈ സാധനം നമ്മൾ തിരിച്ചയച്ചിട്ടുണ്ട്, കസ്റ്റമർക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം പുതിയ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നന്ദി, നമസ്കാരം.